പക്ഷെ ആ പുറത്തു നിൽക്കുന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ആ ഇരിക്കുന്ന സ്ഥലം എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ഇത് ഇന്നും ഒരു അവസരം കിട്ടും. ഇന്ന് 10 മണി വരെയോ അല്ലെങ്കിൽ 10:30 വരെ സ്വർണം കിട്ടണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം. സ്വർണത്തിനോടുള്ള ആർത്തിയോ പണത്തിനോടുള്ള അത്യാഗ്രഹം കൊണ്ട് പറഞ്ഞതല്ല. ആ സ്വഹാബി പറയുന്ന, ഈ വീട് നിറയെ എനിക്ക് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കാമല്ലോ, പാവങ്ങൾക്ക് കൊടുക്കാമല്ലോ, യതീമീങ്ങൾക്ക് കൊടുക്കാമല്ലോ, രോഗികൾക്ക് കൊടുക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ഈ റൂം നിറയെ, ഈ വീട് നിറയെ സ്വർണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത്തെ സഹാബിയോട് ചോദിച്ചു, നിന്റെ ആഗ്രഹം എന്താ? ആ സമയത്ത് ആ സ്വഹാബി ഇവിടെന്ന് പറയുകയാ, ഈ വീട് നിറയെ മുത്തും പവിഴങ്ങളും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം എനിക്ക് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാമല്ലോ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാമല്ലോ. ആ ഒരു ആഗ്രഹത്തോടെയാണ് ആ സ്വഹാബിയും അവിടെ മറുപടി പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പലരോടും ഇങ്ങനെ ആഗ്രഹങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു. അവരോരോരുത്തരും അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ ചോദിക്കുന്നു, അല്ല ഉമർ തങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടെ ഒരു സഹാബി ചോദിക്കുകയാണ്, എല്ലാവരുടെയും ആഗ്രഹത്തെ കുറിച്ച് ചോദിക്കുന്നല്ലോ, ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നല്ലോ. അല്ല ഖലീഫ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് സ്വഹാബത്ത് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എനിക്ക് സ്വർണമല്ല, പവിഴമല്ല, പടച്ചവനെ എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് മുത്തുകളല്ല വേണ്ടത്. എന്റെ മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം എന്തെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, സാലിദ് റളിയല്ലാഹു തആല അൻഹു, ചില സ്വഹാബത്തിന്റെ പേര് പറഞ്ഞിട്ട് അതാ ഉമർ തങ്ങൾ പറയുകയാണ്, ഈ വീട് നിറയെ അതുപോലെയുള്ള ചെറുപ്പക്കാരുണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, സാലിദ് റളിയല്ലാഹു